ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് എ പിയുടെ ബാക്കി ഭാഗം പഠിക്കാം. നമുക്കിപ്പം ഇന്നത്തെ ഇതിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന nth ടേം ഓഫ് എൻ എ പിയും nth ടേം ഓഫ് എൻ എ പി. അപ്പോൾ ഫസ്റ്റ് ടേം ഓഫ് എൻ എ പി എന്ന് പറഞ്ഞാൽ അതൊരു കോമൺ ഒരു എ പിയുടെ ഫസ്റ്റ് ടേം ഇപ്പോൾ എ ആണെന്ന് എടുക്കുക. ഫസ്റ്റ് ടേം ഇഫ് ഫസ്റ്റ് ടേം ഓഫ് എൻ എ പി is equal to സ്മോൾ എ എന്നെടുത്തു. എൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് സ്മോൾ ഡി ആയിട്ട് എടുത്തു. കോമൺ ഡിഫറൻസ് ഡി ആക്കി എടുത്തു. അപ്പം നമ്മൾ ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം, എ എന്ന് പറയുന്നത് nth ടേം ആണ്. അപ്പോൾ നമ്മളതിൻ്റെ ഫോർമുല എടുക്കുകയാണ്. എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അതായത് എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. ഇപ്പോൾ എ എന്ന് പറയുന്നത് nth ടേം. ഇപ്പം നമുക്ക് ഏത് ടേമാണോ കാണേണ്ടത്, ഇപ്പോൾ രണ്ടാമത്തെ ടേമോ അല്ലെ ഫസ്റ്റ് ടേമോ അത് നമ്മൾ ആ വാല്യൂ എന്നിന് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇപ്പോൾ സെക്കൻഡ് ടേമാണ് കാണണമെങ്കിൽ നമ്മൾ എന്നിന് 2 കൊടുക്കുമ്പോൾ A2 ഈക്വൽ ടു എ പ്ലസ് 2 മൈനസ് 1 ഇൻറ്റു ഡി കിട്ടും. ഇതാണ് ഇതിൻ്റെ ജനറൽ ഫോം. ഇതിനെയാണ് നമ്മൾ പറയുന്നത് എ പിയുടെ nth ടേം ഓഫ് എൻ എ പി ഈസ് കോൾഡ് ജനറൽ ടേം എന്ന് പറയും. അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ടേം ഓഫ് ഇപ്പം n എന്ന് പറയുന്നത് nth ടേം ഈസ് നോൺ ആസ് ലാസ്റ്റ് ടേം ഓഫ് എൻ എ പി എന്ന് പറയും. ഇപ്പോൾ അതായത് ഒരു എ പിയിൽ n ടേം മാത്രമേ ഉള്ളൂ എങ്കിൽ, ഒരു എ പി എന്ന് പറയുന്ന ഒരു സീക്വൻസിൽ n ടേം മാത്രമേ ഉള്ളൂ എങ്കിൽ ആ n എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ ലാസ്റ്റ് ടേം ആയിരിക്കും. nth ടേം ഈസ് കോൾഡ് ലാസ്റ്റ് ടേം. അങ്ങനെ നമുക്ക് ഈ ലാസ്റ്റ് ടേം ഓഫ് എൻ എ പി അതിന് നമുക്ക് ലാസ്റ്റ് ടേമിന് നമുക്ക് എൽ എന്ന് കൊടുക്കാമെന്ന് വെച്ചാൽ എൽ ഇസ് ഈക്വൽ ടു എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നിടാം. ഇതാണ് ഇതിൻ്റെ ഫോർമുല. ഇതിൽ എ ഈസ് ദ ഫസ്റ്റ് ടേം, ഡി ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ്. അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. ഫൈൻഡ് ദ 20th term of the AP is equal to 7, 3, minus 1, minus 5 etc. എന്ന് പറയും. അപ്പോൾ നമ്മളുടെ തന്നിരിക്കുന്ന എ പി എന്ന് പറയുന്നത് എന്താണ്, ഗിവൺ എ പി ഇസ് ഈക്വൽ ടു ആൻസറാണ്. ഗിവൺ എ പി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, എ പി ഇസ് ഈക്വൽ ടു 7, 3, minus 1, minus 5 etc. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഇത് എ പി ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡിഫറൻസ് കോമൺ ആയിരിക്കും. അപ്പം എ പിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, അതിൽ കോമൺ എല്ലാത്തിൻ്റെയും ഡിഫറൻസ്, അതായത് ടേംസ് തമ്മിൽ, അതായത് നമ്പേഴ്സ്, അതായത് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും. അതിൽ തമ്മിലുള്ള ഡിഫറൻസ് കോമൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം എ ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ടേമാണ്. അതെന്ന് പറഞ്ഞാൽ A7 ആണ് തന്നിട്ടുണ്ട്. നമുക്കിനി ഡി കാണണം. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, A2 മൈനസ് A1 അല്ലെങ്കിൽ A3 മൈനസ് A2. അപ്പോൾ നമുക്ക് എന്താണ് 3 മൈനസ് 7 എടുക്കാം. നമുക്ക് എന്ത് കിട്ടും, -4 എന്ന് കിട്ടി. ഇപ്പോൾ കോമൺ ഡിഫറൻസും കിട്ടി. ഇനി നമുക്ക് nth ടേം കാണണം. nth ടേമിൻ്റെ ഫോർമുല എന്താണ്, n ഇസ് ഈക്വൽ ടു എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാമത്തെ ടേമാണ് കണ്ട 20th ടേമാണ്. അപ്പോൾ n ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, 20 ആണ് അല്ലേ. അപ്പോൾ n ഇസ് ഈക്വൽ 20 ആണെങ്കിൽ A20 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, എ പ്ലസ് 20 മറ്റത് എന്നിന് 2 കൊടുക്കുക, 20 കൊടുക്കുക. 20 മൈനസ് 1 ഇൻറ്റു ഡി, ഡി എന്ന് കൊടുത്തു. ഡിക്ക് എൻ്റെ വാല്യൂ കൊടുത്തില്ലല്ലോ നമ്മളല്ലേ. എൻ്റെ വാല്യൂ എന്താണ്, എ ഇസ് ഈക്വൽ ടു 7 ആണ്. അപ്പോൾ 7 പ്ലസ് 20 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 19 ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു -4 അല്ലേ. -4 അല്ലേ കിട്ടിയത്. അപ്പോൾ നമുക്കിത് മൾട്ടിപ്ലൈ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 7 മൈനസ് 76. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 76 കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആൻസർ എത്ര കിട്ടും, 69 മൈനസ് 69 കിട്ടും. അപ്പോൾ ഹെൻസ് 20th ടേം എന്ന് പറയുന്നത് നമുക്ക് എന്തെഴുതാം, 20th ടേം ഇസ് ഈക്വൽ ടു -69. ഇതാണ് 20th. ഇപ്പോൾ 20th ടേം, അതായത്
നമുക്കൊരു ഗിവൺ എ പി ഒരു സീക്വൻസ് തന്നു, അത് എ പിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആ സീക്വൻസ് തമ്മിലുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കോമൺ ആയിരിക്കും. അപ്പം നമ്മൾ കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, A2 - A1 അല്ലെങ്കിൽ A3 - A2 എല്ലാം ചെയ്ത് നോക്കിയാൽ അത് കോമൺ ആയിരിക്കും. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു രണ്ട് A2 - A1 കാണുക, അപ്പോൾ D കാണുക, D ഈസ് ദ കോമൺ ഡിഫറൻസ്. പിന്നെ നമുക്ക് തന്ന സീക്വൻസിൽ എപ്പോഴും എന്താണ് ഫസ്റ്റ് ടേം ഉണ്ടാവുമല്ലോ, ഫസ്റ്റ് ടേം എടുക്കുക. എന്നിട്ട് നമ്മളെ ഫോർമുല an is equal to a plus n minus 1 into d. എത്രാമത്തെ ടേം ആണോ കാണേണ്ടത്, ഇവിടെ നമുക്ക് 20th ടേം ആയതുകൊണ്ട് n ഈക്വൽ ടു 20 ആണ്. അപ്പോൾ an is equal to a plus n-ന് 20 minus 1 അങ്ങനെ കൊടുത്തിട്ട് എഴുതുക. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഈ മോഡലുള്ള ക്വസ്റ്റ്യന് തന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതേണ്ടത്. അതായത് ഫൈൻഡ് ദ 20th ടേം ഓഫ് ദ എ പി, അല്ലെങ്കിൽ ഫൈൻഡ് ദ 50th ടേം ഓഫ് എ പി, അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് എന്താണ്, ഒരു എ പിയിൽ ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്. എ പി കണ്ടെയ്നിങ് n ടേംസ് ഈസ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഹൗ മെനി ടേംസ് ആർ ദർ ഇൻ ദ എ പി. അതായത് നമുക്ക് nth ടേമും തന്നിട്ടുണ്ട്, ഞാൻ ഫസ്റ്റ് ടേമും എല്ലാം തന്ന് നമുക്കിങ്ങനെ ഒരു എ പി തന്നു, പക്ഷെ അതിൻ്റെ ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഹൗ മെനി ടേംസ് ആർ ദർ ഇൻ ദ എ പി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളെങ്ങനെ ചെയ്യും, അതാണ് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി ടേംസ് ആർ ദർ ഇൻ ദ എ പി. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്, ഓക്കെ. അങ്ങനെ നമുക്ക് നോക്കാം. ഇനി 3, 6, 9, 12 എക്സെട്ര അപ് ടു 29. അപ്പോൾ എത്ര ടേംസ് ഉണ്ട് ഇതിൽ, നമുക്ക് ഫസ്റ്റ് ടേമും തന്നു, ലാസ്റ്റ് ടേമും തന്നു. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തുള്ള എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയുണ്ട്, നമുക്ക് എന്തൊക്കെ അറിയാം, ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 3 തന്നിട്ടുണ്ട്. അപ്പോൾ ഡി നമുക്ക് കണ്ടുപിടിക്കാം. എ പി ആയതുകൊണ്ട് നമുക്കറിയാം കോമൺ ഡിഫറൻസ് ഈക്വൽ ടു സെയിം ആയിരിക്കും. അപ്പോൾ 6 - 3, അതായത് A2 - A1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഇനി ലെറ്റ് ദർ ബി എൻ n ടേംസ് ഇൻ ദ ഗിവൺ. അപ്പോൾ നമുക്ക് nth ടേം ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. nth ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, nth ടേം ഇസ് ഈക്വൽ ടു 111. അപ്പം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ഫോർമുല എന്താണ്, a plus n minus 1 into d ഈസ് ഈക്വൽ ടു, നമുക്ക് തന്ന ഇക്വേഷൻ ഫോർമുല എടുത്ത് എഴുതുക. ഇവിടെ നമുക്ക് an, കാരണം എന്താണ്, സിൻസ് an is equal to a plus n minus 1 into d ആണ്. ആ ഫോർമുലയാണ് ഞാനിവിടെ കൊടുത്തത്. അപ്പോൾ നമുക്ക് a plus n minus 1 into d is equal to 111 ആണ്. 111 ആണ് തന്നു. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ ഓരോ വാല്യൂ കൊടുക്കാം. എക്ക് നമുക്ക് എന്ത് കൊടുക്കാം, 3 plus n. നമുക്ക് എത്ര ടേംസ് ഉണ്ട് എന്നുള്ള അറിഞ്ഞുകൂടാ, നമുക്ക് nth ടേം എത്രയാണ് ടേംസ് ഉള്ളതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് ലാസ്റ്റ് ടേമേ തന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ഇവിടെ നമ്മൾ a plus 3 plus എന്താണ് n minus 1 നമ്മൾ അതുപോലെ കൊടുക്കുക. n minus 1 into 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 11 എന്ന് എടുത്തു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് എടുക്കാം, 3 plus n minus 1 into 1 എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് 3 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 3 into 1 plus n minus 1 into 1 is equal to 1 വന്നു അല്ലേ. ഈ 3 കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ഇത് 1 ക്യാൻസൽ ചെയ്യുമ്പോൾ n is equal to നമുക്ക് എന്തെടുക്കും, 1 divided by 3 എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, നമുക്ക് 37 എന്ന് കിട്ടും. അപ്പോൾ n is equal to എന്താണ്, 37 ആണ്. അപ്പോൾ ഹിയർ ഹെൻസ് ദ ഗിവൺ എ പി കണ്ടെയ്ൻസ് എത്ര ടേംസ് കിട്ടി, 37 ടേംസ് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ഇതിലെന്താ പറയുന്നത്, നമുക്ക് ഹൗ മെനി ടേംസ് ആർ ദർ ഇൻ ദ എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിരുന്നു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് ആ ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ആ എന്നിൻ്റെ അടുത്ത് നമ്മൾ ആ വാല്യൂ കൊടുത്തിട്ട് ചെയ്തു. പക്ഷേ ഇവിടെ നമുക്ക് ഹൗ മെനി ടേംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ടേമും എല്ലാ വാല്യൂയും കൊടുത്തു, ഉള്ളിലത്തെ n-1 അതുപോലെ കൊടുത്ത് നമ്പർ ഓഫ് ഇതാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് n-1 അതേപോലെ വെച്ച് n നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ടേംസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ടേം ഓഫ് ദ എ പി എന്ന് പറഞ്ഞിട്ട് എ പിൻ്റെ എ പി ഈസ് ഒരു എ പി തന്നു, എന്നിട്ട് 81 എത്രാമത്തെ ടേം ആണെന്ന് കാണിക്കാനാണ് പറയുന്നത്. ഈസ് എനി ടേം 0 ഗിവൺ റീസൺ. അപ്പം നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്,
which term of the AP is 21, 18, 15 etc. is 8 minus 81. Sorry, minus 81. 81 ഈ എ പിയിൽ എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കണം ഓൾസോ ഈസ് എനി ടേം 0 അതിൻ്റെ റീസണും കൊടുക്കുക. give a reason. Okay, that is which term of the AP is 8 minus 81, also any term 0, give reason. അതായത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തന്നിട്ടുണ്ട് എ പി തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഗിവൺ എ പി തന്നത് നമ്മളെടുത്ത് എഴുതുകയാണ്. എ പി ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് എഴുതി 21, 18, 15, എക്സെട്ര കൊടുത്തു. ഇനി ഹിയർ എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, 21 കൊടുത്തു. ഡി ഈസ് ഈക്വൽ ടു നമുക്ക് 18 minus 21, that is equal to minus 3 എന്ന് വന്നു. ഇനി നമുക്ക് nth ടേം ഓഫ് ദ ഗിവൺ എ പി ഈസ് അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ 81 എത്രാമത്തെ ടേം ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ nth ടേം 81 ആക്കി എടുക്കുക. അപ്പോൾ ലെറ്റ് നമ്മളങ്ങനെ ലെറ്റ് എടുക്കുകയാണ്. ലെറ്റ് nth ടേം ബി ടേം ഓഫ് ഗിവൺ എ പി ബി എന്താണ് ഈക്വൽ ടു മൈനസ് 81 എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 81 ഇസ് ഈക്വൽ ടു അല്ല മൈനസ് എ എൻ ഇസ് ഈക്വൽ ടു മൈനസ് 81 ആണ് എടുത്തത്. അപ്പോൾ നമ്മൾ ആ ഫോർമുലയെ കൊടുക്കുമ്പോൾ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു മൈനസ് 81 ആ ഫോർമുല കൊടുത്തു. അപ്പോൾ ഓൺ പുട്ടിങ് ദ വാല്യൂസ് നമ്മളിപ്പോൾ ഇതിലുള്ള വാല്യൂസൊക്കെ ഇതിൽ കൊടുക്കുമ്പോൾ എ എന്ന് പറയുന്ന വാല്യൂസ് എന്താണ് 21 ആണല്ലേ. എ പി എന്താണ് നമുക്ക് 21 അല്ലേ. എ 21 പ്ലസ് എൻ മൈനസ് 1 അതുപോലെ കൊടുക്കുക. ഡി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കിട്ടിയത് മൈനസ് 3 ഈക്വൽ ടു മൈനസ് 81 എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കുമ്പോൾ 21 മൈനസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3n പ്ലസ് 3 ഈസ് ഈക്വൽ ടു മൈനസ് 81. അപ്പോൾ ഇത് നമുക്ക് എഴുതുമ്പോൾ എന്ത് വരും, 21 പ്ലസ് 23 എന്ന് 24 മൈനസ് 3n ഈക്വൽ ടു മൈനസ് 81 വന്നു. അപ്പം നമുക്ക് മൈനസ് 3n ഈക്വൽ ടു മൈനസ് 81 മൈനസ് 24 എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 105. അപ്പം നമുക്ക് n ഈക്വൽ ടു എന്ത് വരും, മൈനസ് 105 ഡിവൈഡ് ബൈ മൈനസ് 3 ഇപ്പുറത്ത് വരിക. അപ്പം നമുക്ക് എന്ത് കിട്ടും, 35 എന്ന് കിട്ടി. അപ്പോൾ ഹെൻസ് എന്താണ് നമുക്ക് പറയാം, ഹെൻസ് 35th ടേം ഓഫ് ഗിവൺ എ പി ഈസ് എന്താണ് മൈനസ് 81. അതായത് 35th ടേം ആണ് 81 എന്ന് നമുക്ക് പറയാം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതായത് 0 അതിലുള്ള ടേം ആണോ, ആണെങ്കിൽ അത് എത്രാമത്തെ ടേം ആണ്, ഗിവ് റീസൺസ്. എനി ടേം ഈസ് 0 ഗിവ് റീസൺ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ വാണ്ട് ദർ ഇഫ് ദർ എനി എൻ ഫോർ വിച്ച് എൻ, അപ്പം നമ്മൾ എൻ ഇസ് ഈക്വൽ ടു നമ്മൾ എന്തെടുത്തു, വി വാണ്ട് ടു നോ ദാറ്റ് ഇഫ് ദർ ഈസ് എനി എൻ ഫോർ വിച്ച് എൻ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇഫ് സച്ച് എനി എൻ ഈസ് ദർ ദെൻ വി ഹാവ് എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, 21 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു മൈനസ് 3 ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അതായത് നമ്മൾ ഏതെങ്കിലും ടേം 0 ഉണ്ടോ, ഏത് ടേം 0 ഉണ്ടോ എന്നല്ലേ നോക്കേണ്ടത്. അപ്പം നമ്മൾ 0 എന്ന് കൊടുത്തു, നേരത്തെ കൊടുത്ത പോലെ തന്നെ. അപ്പം നമുക്ക് 21 മൈനസ് എൻ ഇത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 21. അപ്പം ഇത് നമുക്കിതിനെ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും, 3n മൈനസും പ്ലസ് 3 ഈസ് ഈക്വൽ ടു മൈനസ് 21 വരും അല്ലേ. അപ്പോൾ 3n ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, മൈനസ് 21 മൈനസ് 3 ദാറ്റ് ഈസ് 24 വരും. 24 മൈനസ് 24 എന്ന്. അപ്പം നമുക്ക് എന്ത് കിട്ടും, മൈനസ് 24 അല്ലേ വരുന്നത്. 3n is equal to, അപ്പോൾ n is equal to minus 24 divided by 8, that is equal to n is equal to 8. Sorry, സോറി എൻ്റെ മൈനസ് അല്ല വരിക, ഒരു മിനിറ്റ്. അതായത് 20
21 പ്ലസ് n മൈനസ് 1 ഇൻറ്റു മൈനസ് 3 ഈക്വൽ ടു 0 എന്ന് എടുത്തു. അപ്പോൾ നമുക്ക് 3 അപ്പോൾ നമുക്ക് ഇതിനപ്പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരാം? അപ്പോൾ ഇത് മൈനസ് അല്ലേ, അപ്പോൾ നമുക്ക് 3 ഇൻറ്റു n മൈനസ് 1 ഈക്വൽ ടു 21 എഴുതാറ്. ഈ മൈനസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെ എടുത്ത് എഴുതാറ്. അപ്പോൾ n മൈനസ് 1 ഈക്വൽ ടു നമുക്ക് എന്ത് വരാം? 21 ഡിവൈഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 എന്ന് വന്നു അല്ലേ. അപ്പോൾ n മൈനസ് 1 ഈക്വൽ ടു 7 ആകുമ്പോൾ n മൈനസ് 1 ഈക്വൽ ടു 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് n ഈക്വൽ ടു എന്താണ്? 7 പ്ലസ് 8 എന്ന് വന്നു. 7 പ്ലസ് 1 എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 8. അപ്പോൾ 8ാമത്തെ എയ്ത്ത് ടേം ആണ് എന്തെന്ന്? 0 എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ. എല്ലാം ആ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ എക്സസൈസ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.